കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സാൻഡ്വിച്ച് കേക്കാണ്. ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഈസി ആയിട്ടുള്ള ഒരു ഷവർമ സാൻഡ്വിച്ച് കേക്ക് റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല എളുപ്പമാണ്. ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് വലിയ ജോലിയൊന്നുമില്ല. ഈസി ആയിട്ട് നമുക്ക് ഡിന്നറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വൈകുന്നേരത്തെ ചായൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/4 കിലോഗ്രാം ചിക്കനാണ്. എല്ലില്ലാത്ത ചിക്കൻ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ബ്രസ്റ്റ് പീസാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. ഞാനിവിടെ ബ്രസ്റ്റ് പീസാണ് 1/4 കിലോഗ്രാം എടുത്തിരിക്കുന്നത്. ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകി അതിൽ വെള്ളമൊക്കെ മുഴുവൻ കളഞ്ഞിട്ട് ഇതേപോലെ ഒരു ബൗളിൽ എടുത്ത് വെക്കുക. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ വരെ ചെറിയ ജീരകം പൊടിച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. മസാലകളൊക്കെ ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിപ്പിച്ച് കൊടുക്കാം. ചിക്കനിൽ മസാല നന്നായിട്ട് പുരട്ടിയതിന് ശേഷം ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഫ്രിഡ്ജിൽ 1 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെച്ചിരിക്കുന്നത് നല്ലതാണ്. അഥവാ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഒരു അരമണിക്കൂർ വരെ ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ 1 മണിക്കൂർ വരെ വെക്കുന്നത് നല്ലതായിരിക്കും. 1 മണിക്കൂറിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ നിന്നും പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതിൽ മസാലയൊക്കെ ഇപ്പോൾ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കിയ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ മുഴുവൻ പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യാം. ഓയിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അതിനുശേഷം അടുപ്പത്ത് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതിയാവും. ചിക്കൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ മുഴുവനും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗവും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 വശവും ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നുകൂടി ഫ്രൈ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടും. ഇതേപോലെ തുടർച്ചയായിട്ട് ഇളക്കിയിട്ട് ഏകദേശം 1 മിനിറ്റ് സമയം മതിയാവും. 1 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് ഇളക്കി ഫ്രൈ ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് വരെ ക്യാബേജ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 കപ്പ് വരെ ഉണ്ടാവും. ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കാം. വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം. വെജിറ്റബിൾസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ വെജിറ്റബിൾസ് ഇത്ര അധികം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ വെജിറ്റബിൾസ് അങ്ങനെ ചേർത്തുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, അതായത് ഉണക്കമുളകൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്, അതും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ മാത്രമേ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വെജിറ്റബിൾസിനും കൂടി ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പ് വീണ്ടും ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. അവസാനം കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അടുപ്പത്തു നിന്ന് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു വലിയ മഗ്ഗിൽ ഏകദേശം 1 കപ്പ് വരെ മയണൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വീട്ടിലുണ്ടാക്കിയ മയണൈസാണ്. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങിച്ച മയണൈസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. 1 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു നല്ല പിങ്ക് കളറിലുള്ള ഒരു സോസ് ആക്കിയിട്ട് നമുക്ക് മാറ്റാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ഏകദേശം 1/2 കപ്പ് വരെ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ ഇഷ്ടമല്ലെങ്കിൽ ഒരു 1/4 കപ്പ് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്താൽ മതിയാവും. ഞാൻ 1/2 കപ്പ് വരെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പൗഡർ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി പൗഡർ കയ്യിലില്ലെങ്കിൽ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്താലും മതിയാവും. പക്ഷെ കുറച്ച് ചേർക്കാവൂ. പേസ്റ്റാണ് ചേർക്കുന്നതെങ്കിൽ ഒരു 1/4 ടീസ്പൂണിലും കുറവായിട്ട് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ വരെ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ സമയത്ത് നല്ലൊരു പിങ്ക് കളറായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു പിങ്ക് കളറായി മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. അപ്പോൾ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലാണ് നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ അലൂമിനിയം പാത്രമാണ് ഉള്ളതെങ്കിൽ അത് ഏത് പാത്രമായാലും കുഴപ്പമില്ല. ഇതിൻ്റെ താഴെ അലൂമിനിയം പാത്രമൊക്കെ ആണെങ്കിൽ അടി കട്ടി കുറവാണെങ്കിൽ അതിൻ്റെ താഴെ വേറെ എന്തെങ്കിലും പഴയ തട്ടോ മറ്റോ വെച്ച് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ അടിഭാഗം കരിഞ്ഞു പോവാതെ നമുക്ക് കിട്ടും. അപ്പോൾ ചൂടായ ഈ പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഏറ്റവും താഴെ വെക്കുന്ന ബ്രെഡ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ. എന്നിട്ട് അതിൻ്റെ മുകളിൽ സൈഡ് ബ്രൗൺ കളറുള്ള ഭാഗമൊക്കെ കട്ട് ചെയ്ത് ബ്രെഡ് വെച്ച് കൊടുക്കാം. നടുവിലായിട്ട് 2 വലിയ സ്ലൈസും പിന്നെ ഓരോ സ്ലൈസും കട്ട് ചെയ്തിട്ടാണ് സൈഡിൽ വെച്ച് കൊടുക്കുന്നത്. പാത്രത്തിൻ്റെ ഒരു വലുപ്പത്തിനനുസരിച്ച് ഞാൻ കട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ ഒരു 4 ബ്രെഡ് ഇപ്പോൾ ഏറ്റവും താഴെയായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ചീസ് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയ മയണൈസ് മാത്രമായാലും മതിയാവും. പക്ഷേ ചീസും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മയണൈസ് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും നല്ലോണം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ മസാല ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാല പകുതിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. പകുതി നമുക്ക് അടുത്ത ലെയറിന് വേണ്ടിയിട്ട് വേണം. എല്ലാ ഭാഗത്തും ഒന്ന് നിരത്തി കൊടുത്തതിന് ശേഷം വീണ്ടും ബ്രെഡ് നേരത്തെ വെച്ച അതേപോലെ തന്നെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ബ്രെഡ് വെക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക വെച്ചതിന് ശേഷം. വീണ്ടും നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട്. അതിനുശേഷം മയണൈസ് ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തും മയണൈസ് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. വീണ്ടും ചിക്കൻ മസാല വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ബാക്കിയുള്ള ചിക്കൻ ഫില്ലിംഗ് മുഴുവനായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് മയണൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മയണൈസ് നല്ലോണം ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ബ്രെഡ് വെച്ച് കൊടുക്കാം. ബ്രെഡ് വെക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് അമർത്തി വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അവിടെ അങ്ങനെ പിടിച്ചിരിക്കണം. നമ്മൾ മയോണൈസ് ചേർത്തുകൊണ്ട് ബ്രെഡ് അതിൽ ഒട്ടിയിട്ട് അങ്ങനെ നിന്നോളും. നന്നായിട്ടൊന്ന് അമർത്തി വെച്ച് കൊടുത്താൽ മതിയാവും. ബ്രെഡ് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് വീണ്ടും ബാക്കിയുള്ള മയോണൈസ് മുഴുവനായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മുഴുവൻ മയോണൈസും ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് വീണ്ടും ചീസ് ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തും ചീസ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ മൊസറല്ല ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. ചെഡാർ ചീസ് കയ്യിലുണ്ടെങ്കിൽ അതും കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചീസ് സ്ലൈസാണ് ഉള്ളതെങ്കിൽ ഈ ബ്രെഡിൻ്റെ മുകളിൽ ആ സ്ലൈസ് അതേപോലെ തന്നെ ആ ഷേപ്പിലങ്ങ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തും ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിവിടെ അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അടി കട്ടിയില്ലാത്ത പാത്രങ്ങളൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ഈ പാത്രത്തിൻ്റെ താഴെയായിട്ട് എന്തെങ്കിലും പഴയ ഫ്രൈയിങ് പാനോ അല്ലെങ്കിൽ പാത്രത്തിൻ്റെ മൂടിയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ബ്രെഡിൻ്റെ അടിഭാഗം അങ്ങ് കരിഞ്ഞു പോവും. അതുകൊണ്ടാണ്. ഇതിപ്പോൾ ഞാൻ വെച്ച പാത്രം കുറച്ച് അടി കട്ടിയുള്ളതുകൊണ്ടാണ് ഞാനൊന്നും വെച്ച് കൊടുക്കാത്തത്. അപ്പോൾ നമുക്ക് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇത് ബേക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റിന് ശേഷം ഇത് നമുക്ക് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നമ്മൾ ചേർത്തിരിക്കുന്ന ചീസൊക്കെ മുഴുവൻ മെൽറ്റായി വന്നിട്ടുണ്ട്. ബ്രെഡൊക്കെ നന്നായിട്ട് വെന്ത് നല്ല ക്രിസ്പി ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇത് നമുക്കിനി അടുപ്പത്തു നിന്ന് മാറ്റാം. എന്നിട്ട് ഈ പാത്രത്തിൽ നിന്നും ഈ സാൻഡ്വിച്ച് കേക്ക് നമുക്ക് ഞാനൊരു ചോപ്പിംഗ് ബോർഡിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടാണ് ബ്രെഡൊക്കെ ഇരിക്കുന്നത്. ചീസൊക്കെ മെൽറ്റായിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ഷവർമ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗം കണ്ടില്ലേ, നമ്മൾ ഏറ്റവും താഴെ വെച്ചിരിക്കുന്ന ബ്രെഡ് നല്ല ക്രിസ്പി ആയിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മൾ നെയ്യ് ചേർത്തുകൊണ്ടാണ് ഇങ്ങനെ നല്ലൊരു ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടിയത്. അല്ലെങ്കിൽ അതിൻ്റെ അടിഭാഗം ഒന്ന് കരിഞ്ഞതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ താഴെ എപ്പോഴും നെയ്യ് അല്ലെങ്കിൽ ബട്ടറൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ബ്രെഡ് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ക്രിസ്പി ആയിട്ട് നല്ലൊരു കളറിൽ കിട്ടും. പിന്നെ ഫ്ലെയിം കൂട്ടി വെച്ചാലോ ഈ പറഞ്ഞ പോലെ അടി കട്ടി കുറഞ്ഞ പാത്രമൊക്കെ ആണെങ്കിൽ ഈ ബ്രെഡ് കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ. ഇത്ര
ഇതായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബ്രെഡ് വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. മാവ് കുഴക്കാനും കുബൂസ് ഉണ്ടാക്കാനും ഒന്നും നിൽക്കേണ്ട പണിയില്ലല്ലോ. പെട്ടെന്ന് ബ്രെഡ് വെച്ചിട്ട് നമുക്കിത് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.